എന്റെ മുമ്പിലിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അയാളുടെ സമയത്തിന് വിലയുണ്ട്. താൻ ഫോൺ വെക്കേ. ചന്ദ്രേട്ടാ, ഫോൺ വെക്കാനല്ലേ പറഞ്ഞത്? ഞാൻ സെർവ് ചെയ്തോളാം. ഇന്ന് ഭാര്യ വിളമ്പിത്തരുന്ന ഭക്ഷണം നഷ്ടപ്പെട്ടതല്ലേ, അതാ ഞാൻ വിളമ്പി തന്നത്. ഭക്ഷണം ഒരുക്കി വെച്ച് കാത്തിരിക്കാൻ വീട്ടിലൊരു ഭാര്യയുള്ളത് ഭാഗ്യമാണ് ചന്ദ്രശേഖരൻ. വാട്ട് ഹാപ്പൻ? എന്താ പെട്ടെന്ന് മിണ്ടാതായത്? സാറ പറഞ്ഞ മഹാഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കായിരുന്നു. അത് ഭാഗ്യമല്ല, ഒരുതരം അഡ്ജസ്റ്റ്മെന്റ്. എന്റെ ഭാര്യയാവുന്ന ആളെ കുറിച്ച് എന്റെ മനസ്സിൽ കുറെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കൺസെപ്റ്റുകളെല്ലാം കെട്ടുന്ന ആളിലുണ്ടാവില്ല, അതുറപ്പാ. പക്ഷേ എന്റെയും ഉർവശിയുടെയും കാര്യത്തിൽ സംഭവിച്ചത് ഞാൻ ആഗ്രഹിച്ച ഒരു ക്വാളിറ്റിയും അവൾക്ക് ഇല്ലെന്നുള്ളതാ. നിങ്ങൾ തമ്മിൽ ഒട്ടും ചേർച്ചയില്ലെന്ന് എനിക്ക് കണ്ട നിമിഷം തന്നെ തോന്നിയത്. പിന്നെ ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോവാന്ന് പറഞ്ഞാല് അവിടെ എങ്ങനെ പെരുമാറണമെന്ന് സെൻസ് പോലുമില്ല. ബിസിനസ് കാര്യങ്ങളിലോ പൊതുവിഷയങ്ങളിലോ ഒട്ടും താല്പര്യമില്ല. ജനിച്ചു വളർന്നു ജീവിച്ചു പോരും, അത്രേ ഉള്ളൂ ഉർവശിയുടെ കാര്യം. കാണുന്ന സൗന്ദര്യത്തിൽ കഴമ്പൊന്നുമില്ല, മനസ്സിന്റെ സൗന്ദര്യമാണ് യഥാർത്ഥ സൗന്ദര്യം എന്നൊക്കെ ചിലര് പാടി പുകഴ്ത്തുന്നത് കേൾക്കാം. പക്ഷെ ഞാൻ നേരെ മറിച്ച, എന്റെ ഭാര്യ ഒരു സുന്ദരിയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരുപക്ഷെ സാറയെ പോലൊരാളാണ് എന്റെ ജീവിതത്തിലേക്ക് വന്നതെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ ഞാനായിരുന്നേനെ. ഓ, എന്നെ അത്രയ്ക്ക് ഇഷ്ടമായോ? 100%. ഒരു പെണ്ണ് എന്തായിരിക്കണമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സാറ. കഴിവുണ്ട്, സൗന്ദര്യമുണ്ട്, ആരെയും അട്രാക്ട് ചെയ്യാനുള്ള മിടുക്കുമുണ്ട്. റിയലി ഗുഡ്. എടാ, നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞ കേട്ടപ്പോ വലിയ ഷോക്കായി പോയി. ജിത്തു, ഇത് വരുണ്, ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചവരാ. ഹലോ. ഞങ്ങൾ ഒന്നിച്ചൊരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്, റെഡ് സോയിൽ. നീ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പുതിയ ബിസിനസ് ഗ്രൂപ്പുകൾ വരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണ്ടേ. വരുൺ ബിസിനസ് ചെയ്യുന്ന ആളാണോ? എടാ, ഇവനെ കുറിച്ച് നീ എന്താ കരുതിയിരിക്കുന്നേ? നീ കേട്ടിട്ടില്ലേ കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്? ഇവിടുത്തെ ഏറ്റവും പാരമ്പര്യമുള്ള കമ്പനിയാ. അത് ഇവരുടെ കുടുംബത്തിന്റെ ആയിരുന്നു. പിന്നെ ഇവന്റെ കാര്യമാണെങ്കിൽ ഇവൻ സ്റ്റേറ്റ്സിലായിരുന്നു, അവിടെ നിന്ന് വന്നു ബിസിനസ്സിലേക്ക് കയറി. പക്ഷെ എന്തോ കഷ്ടകാലം, എല്ലാം നഷ്ടപ്പെട്ടു. അതെന്തോ ആവട്ടെ, അതിപ്പോ ചോദിച്ച് അവനെ വിഷമിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. വരുൺ, സത്യം പറഞ്ഞ നിന്നോട് അസൂയപ്പെട്ടിരുന്ന സമയമുണ്ട് എനിക്ക് മാത്രമല്ല നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾക്കും. അതൊക്കെ പോട്ടെ, നിനക്ക് സുഖാണോ അത് പറ. അല്ല, നീ എന്താ വണ്ടി എടുക്കായിരുന്നേ? ഓ സോറി, നീ ഇപ്പൊ തറവാട്ടിൽ നിന്നും പുറത്താണല്ലോ അല്ലേ? എല്ലാം ജപ്തി ചെയ്തോ? സത്യം പറഞ്ഞ ഈ നല്ല മനുഷ്യരുടെ വീഴ്ച കാണുമ്പോ ദൈവത്തിനോട് പോലും നമുക്ക് പക തോന്നിപ്പോവും. ദേ, ഇവന്റെ കാര്യം നോക്ക്. ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ എല്ലാം സ്പോൺസറായിരുന്നു. ഒരാൾക്കൊരു പ്രശ്നം എന്ന് കേട്ടാ എന്ത് സഹായവും ചെയ്യും. എന്നിട്ടും ദീപക്, തൽക്കാലം എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ജോലി ആവശ്യമാണ്. നീ വിചാരിച്ച എന്തെങ്കിലും നടക്കൂ? അതോ നിങ്ങളുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും? എന്റെ സ്ഥാപനത്തിലോ? എന്നിട്ട് നീ എന്റെ കീഴിൽ നിന്ന് ജോലി ചെയ്യാനോ? നെവർ. എനിക്കത് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. കണിമംഗലം ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ, എന്റെ സ്റ്റാഫ്. നീ ഒന്ന് വെറുതെ ഇരിക്കും വരുൺ. എടാ, അതൊന്നും പ്രശ്നമില്ല. നടക്കില്ല, അതെനിക്ക് ബുദ്ധിമുട്ടാണ്. നീ അല്പം ക്ഷമയോടെ കാത്തിരിക്കേ.
ഇനി ഒരു തവണ നമ്മൾ തമ്മിൽ കാണുമ്പോ നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറിയിരിക്കും. നീ ഒരു നല്ല മനസ്സിന്റെ ഉടമയല്ലേ? ആ അപ്പോ പറഞ്ഞത് മനസ്സിലായല്ലോ കൺട്രോളറെ? മനസ്സിലായി മേഡം. ഹലോ, തിരുമേനി. 10:30. ഓക്കെ, ഞാൻ വണ്ടി അയക്കാം. നാളെ പൂജയ്ക്ക് വരുന്ന തിരുമേനിയാ. ഞങ്ങളുടെ എല്ലാ ഹിറ്റ് സിനിമകൾക്കും തിരുമേനിയാണ് പൂജാരി. ഇതൊരു ഹിറ്റ് സിനിമയല്ലേ, പിന്നെന്താ? അതെ, ഈ സിനിമ ഒരു ചരിത്രമാവണം. ഈ ഒരൊറ്റ സിനിമ കൊണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി ആരും ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തണം. ഇനി അങ്ങോട്ട് ഏറ്റവും മികച്ച പ്രൊഡ്യൂസർ ആരെന്ന ചോദ്യം വന്ന അതിൽ മുത്തശ്ശിയുടെ പേരായിരിക്കണം എല്ലാരും പറയേണ്ടത്. മാഡം, ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നാളെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എപ്പോഴാ വണ്ടി വിടേണ്ടത്? അതെ, ഈ ആർട്ടിസ്റ്റുകൾക്ക് വിട്ടുകൊടുക്കുന്ന സാധാരണ വണ്ടി മാഡത്തിന് വിടരുത്, അറിയാലോ? അതൊക്കെ നോക്കിക്കോളാം മാഡം. ഒരു 9:30 വണ്ടി വിടട്ടെ? പിന്നെ കുറച്ചു കഴിഞ്ഞാ കോസ്റ്റ്യൂമർ വരും മാഡം. നാളത്തെ നിങ്ങളുടെ കോസ്റ്റ്യൂമിന്റെ അളവെടുക്കാൻ. മുത്തശ്ശി, അത് നമ്മൾ നാളെ ധരിക്കേണ്ട ഡ്രസ്സിന്റെ കാര്യം. എന്നാ നിങ്ങൾ പൊക്കോ, കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? താങ്ക് യു മാഡം. താങ്ക് യു മാഡം.